നമസ്കാരം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ ഒരു മതപുരോഹിതനുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം ഇടപെടൽ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചുവെന്നാണ് വിവരം. ചാണ്ടിയുമ്മൻ MLAയും വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമൻ ബിൻ ഹഫീലുമായാണ് കാന്തപുരം ബന്ധപ്പെട്ടത്. തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ നേരത്തെ നിയമസഹായ സമിതിക്ക് കഴിഞ്ഞിരുന്നില്ല. തലാലിന്റെ സഹോദരനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ പ്രതീക്ഷയുണ്ടെന്നും ചർച്ച തുടരുകയാണെന്നും കാന്തപുരം വിഭാഗം അറിയിച്ചു. എന്നാൽ ചർച്ചയിൽ കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സഹായികൾ അറിയിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി ജയശങ്കറിന് കത്തയച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലുമായിരുന്നു ജയശങ്കറിന് മുഖ്യമന്ത്രി കത്തയച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി എത്തുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കുമെന്നാണ് വിവരം. ഇത് മരവിപ്പിക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിലായ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ കേന്ദ്ര സർക്കാർ വക്കാലത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ 16 നടപ്പാക്കുമെന്ന പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. യമനിലെ ഗോത്ര നേതാക്കൾ വിഷയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ അടിത്തട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഗോത്ര നേതാക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ദയാധനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലുമെല്ലാം ഈ ഗോത്ര വ്യവസ്ഥയുടെ സ്വാധീനം പ്രധാനമാണ്. പലപ്പോഴും ദയാധനം സ്വീകരിക്കാൻ കുടുംബവും ഗോത്രവും വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടിപ്പകയിലും മാറാറുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദയാധനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. ഇതും നിർണായകമാണ്. കാരണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദയാധനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാനും വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. ഇതാണ് പ്രതിസന്ധി. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017 കൊല്ലപ്പെടുന്നത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളെ മോചിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും വിജയം കണ്ടിരുന്നില്ല. ഇതിനിടെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയും രൂപവൽക്കരിച്ചിട്ടുണ്ട്. എംബസിയുടെ പ്രവർത്തനങ്ങൾ അവിടെ കാര്യമായില്ല. ഗോത്ര സമുദായങ്ങളാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നതിലൊന്നും ഒരു വീഴ്ചയുണ്ടായിട്ടില്ല. ഗോത്ര സമൂഹത്തിന്റെ ഇടപെടലാണ് പ്രധാനം. പലതവണ വിലപേശൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല. അതേസമയം $10 ലക്ഷം ദയാധനം നൽകാമെന്ന് യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരമൊരു വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ടെന്നാണ് സൂചന. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാകൂ. യമൻ പ്രസിഡന്റ് റഷീദ് അൽ അൽമി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ഇത് പിന്നീട് ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിക്കുകയായിരുന്നു. സൈനയിലെ ജയിലിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ. ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു.